നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. അക്കിക്കാവിൽ കണ്ടെയ്നർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച അപകടം. സ്കൂട്ടർ യാത്രികൻ മരിച്ചു. വെള്ളറക്കാട് സ്വദേശി തറമേൽ ഞാലിൽ വാസുവിന്റെ മകൻ 24 വയസ്സുള്ള സുധീഷാണ് മരിച്ചത്. ഗുരുവായൂർ പേരകം വാഴപ്പുള്ളി മരക്കാത്ത ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്ന് 6 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളും വെള്ളിയും കവർന്നു. ഒരു പവന്റെ ലോക്കറ്റും താലിയും പൊട്ടുമടങ്ങുന്ന സ്വർണ്ണാഭരണങ്ങൾ, വെള്ളിയുടെ 2 പ്രഭാമണ്ഡലങ്ങൾ, ഒരു വെള്ളിവാൾ എന്നിവയാണ് മോഷണം പോയത്. നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതം. ഓപ്പറേഷൻ തൂഫാൻ നാടാകെ ബോധവൽക്കരണങ്ങൾ സജീവം. പോലീസിന്റെ നേതൃത്വത്തിൽ കൂട്ടയോട്ടവും ഷൂട്ടൌട്ടും ബൈക്ക് റാലി ഉൾപ്പെടെയുള്ള ശ്രദ്ധേയമായ പരിപാടികൾ. ക്യാമ്പയിനുമായി കൈകോർത്ത് കരിക്കാട് മഹല്ല് ജുമാ മസ്ജിദ് അന്നൂറുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും വൈവിധ്യവും വിപുലമായ പരിപാടികൾ. വാർത്തകൾ വിശദമായി. അക്കിക്കാവിൽ കണ്ടെയ്നർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രികനായ യുവാവ് മരിച്ചു. വെള്ളറക്കാട് സ്വദേശി തറമേൽ ഞാലിൽ വാസുവിന്റെ മകൻ 24 വയസ്സുള്ള സുധീഷാണ് മരിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെ 2:30-ഓടെയാണ് അപകടം. അപകടത്തിന് ശേഷം നിർത്താതെ പോയ ലോറിയെ അതുവഴി വന്ന മറ്റൊരു ബൈക്ക് യാത്രക്കാരൻ പിന്തുടർന്ന് മറികടന്ന് തടഞ്ഞു നിർത്തുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട സുധീഷിന്റെ സ്കൂട്ടർ ലോറി 100 മീറ്ററോളം ദൂരത്തേക്ക് വലിച്ചഴിച്ചാണ് കൊണ്ടുപോയത്. സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു. അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടം വരുത്തിയ ലോറിയും ഡ്രൈവറും കുന്നംകുളം പോലീസിന്റെ കസ്റ്റഡിയിലാണ്. സംഭവത്തിൽ കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഗുരുവായൂർ പേരകം വാഴപ്പുള്ളി മരക്കാത്ത ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്ന് 6 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളും വെള്ളിയും കവർന്നു. ഒരു പവന്റെ ലോക്കറ്റും താലിയും പൊട്ടുമടങ്ങുന്ന സ്വർണ്ണാഭരണങ്ങൾ, വെള്ളിയുടെ 2 പ്രഭാമണ്ഡലങ്ങൾ, ഒരു വെള്ളിവാൾ എന്നിവയാണ് മോഷണം പോയത്. രാവിലെ 7 മണിയോടെ മേൽശാന്തി സുവീഷ് ക്ഷേത്രത്തിൽ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. തുടർന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളെ വിവരം അറിയിച്ച് ഗുരുവായൂർ ASI TA സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. സംഭവ സ്ഥലത്ത് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പരിശോധനകൾ നടത്തി. ഓഫീസിന്റെ വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറിയ മോഷ്ടാവ് അവിടെ സൂക്ഷിച്ചിരുന്ന താക്കോൽ കൈക്കലാക്കിയാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയുടെയും ഉപദേവതകളുടെയും ഗോപുരം തുറന്ന് മോഷണം നടത്തിയത്. മോഷ്ടാവ് നടന്നു പോകുന്ന ദൃശ്യം സമീപത്തെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ 10 ലിറ്റർ മദ്യവുമായി മാറഞ്ചേരി സ്വദേശി പെരുമ്പടപ്പ് പോലീസിന്റെ പിടിയിലായി. പരിച്ചകം സ്വദേശി സുരൻ കോതോടിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MA സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. സബ് ഇൻസ്പെക്ടർമാരായ ബസന്ത്, ശ്രീകാന്ത്, ഡ്രൈവർ SI അലി സാബിർ, ASI ഉദയകുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ കപിൽ, ജയേഷ്, ധന്യ, ഗിരീഷ്, ജിഷ്ണു, സുജിത് എന്നിവർ അടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കടവല്ലൂരിൽ റോഡിലെ കുഴി കാരണം അപകടം പതിവാകുന്നു. 5 ദിവസമായി അപകടത്തിൽപ്പെട്ട ആംബുലൻസ് റോഡിൽ നിന്ന് മാറ്റിയില്ലെന്ന് പരാതി. പെരുമ്പിലാവ് കുറ്റിപ്പുറം സംസ്ഥാനപാത മലപ്പുറം തൃശൂർ ജില്ലാതിർത്തിക്ക് സമീപമാണ് പാതയിലെ കുഴി അപകട ഭീഷണി ഉയർത്തുന്നത്. ദിനംപ്രതി 100 കണക്കിന് വാഹനങ്ങൾ പോകുന്ന പാതയിലെ കുഴിയാണ് ഭീഷണിയാകുന്നത്. കുഴിയിൽ വീഴാതിരിക്കാനുള്ള ശ്രമത്തിനിടെ തിങ്കളാഴ്ച രാവിലെ എറണാകുളത്ത് നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് രോഗിയുമായി പോയിരുന്ന ആംബുലൻസ് കടവല്ലൂരിൽ അപകടത്തിൽപ്പെട്ടിരുന്നു. ചങ്ങരംകുളം ഭാഗത്തുനിന്ന് വന്ന കാർ റോഡിലെ കുഴി കണ്ട് വെട്ടിച്ചതോടെ എതിർദിശയിൽ നിന്ന് വന്ന ആംബുലൻസ് കാറിലിടിക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിനിടെ പിക്കപ്പ് വാനിൽ ഇടിച്ചാണ് അപകടം നടന്നതെന്നും പാതയിലെ അപകടകരമായ നിലയിലുള്ള കുഴി അടയ്ക്കണമെന്നും സമീപത്തെ ഹോട്ടൽ ജീവനക്കാരൻ ശരത് CCTVയോട് പറഞ്ഞു. കുഴി കണ്ടില്ല, കുഴി കണ്ടപ്പോ ആകട്ടെ അപ്പൊ ഇവിടെ ഇന്നും അപകടം വരുന്നത്. അപ്പൊ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം. അതും ഹൈവേ റോഡിൽ ഇതേപോലെ വലിയ വലിയ കുഴികളും ഇതൊക്കെ ആകുമ്പോ അത് നാട്ടുകാർക്കും പോണ ആൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടാണ്. അപകടത്തെ തുടർന്ന് പിക്കപ്പ് വാൻ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയെയും ബന്ധുക്കളെയും മറ്റൊരു ആംബുലൻസിൽ ലക്ഷ്യസ്ഥാനത്തെത്തിച്ചു. അപകടത്തിൽപ്പെട്ട ആംബുലൻസ് 5 ദിവസം പിന്നിട്ടിട്ടും റോഡരികിൽ നിന്ന് മാറ്റാത്തത് പുതിയ അപകടങ്ങൾക്ക് ഇടയാക്കുമെന്നും അപകടത്തിന് കാരണമായ റോഡിലെ കുഴികൾ പരിഹരിക്കണമെന്നും ആംബുലൻസ് എത്രയും വേഗം മാറ്റണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു.
തിരക്കേറിയ സംസ്ഥാന പാതയിൽ വാഹനം റോഡരികിൽ കിടക്കുന്നത് കൂടുതൽ അപകട സാധ്യത സൃഷ്ടിക്കുന്നതായി പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടി. ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെയും ഓപ്പറേഷൻ തൂഫാന്റെയും ഭാഗമായി ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സംഘടിപ്പിച്ച ഫുട്ബോൾ ഷൂട്ടൌട്ട് മത്സരം കായിക പ്രേമികൾക്ക് ആവേശമായി. ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടത്തിയ മത്സരത്തിൽ ആവേശകരമായ പോരാട്ടങ്ങൾക്കൊടുവിൽ സ്കൂൾ ടീം തന്നെ വിജയികളായി. ലാലിഗ തൊഴിയൂർ റണ്ണറപ്പായി. ടെമ്പിൾ പോലീസ് ടീം 3ാം സ്ഥാനം നേടി. ഗുരുവായൂർ ACP വി സുരേഷ് മത്സരം ഉദ്ഘാടനം ചെയ്തു. ടെമ്പിൾ SHO വിനോദ് വലിയാട്ടൂർ അധ്യക്ഷത വഹിച്ചു. സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള പ്രമുഖർ മത്സരത്തിൽ പങ്കെടുത്തു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TN മുരളി, MA ആസിഫ്, ബാലൻ വാർനാട്ട്, മാധ്യമപ്രവർത്തകരായ R ജയകുമാർ, KV സുബേർ, KS പാർവതി തുടങ്ങിയവർ വിവിധ ടീമുകളെ പ്രതിനിധീകരിച്ച് കളത്തിലിറങ്ങി. ജീവിതത്തെ ലഹരിയാക്കിയാൽ മറ്റൊരു ലഹരിയും വേണ്ട എന്ന സന്ദേശത്തോടെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി ഓപ്പറേഷൻ തൂഫാന്റെ അനുബന്ധിച്ച് പാവർട്ടി ജനമൈത്രി പോലീസ് ലഹരിക്കെതിരെ കൂട്ടയോട്ടം നടത്തി. പൂവത്തൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം മുല്ലശ്ശേരി പഞ്ചായത്തിന് സമീപം സമാപിച്ചു. തുടർന്ന് ചേർന്ന ലഹരി വിരുദ്ധ സദസ്സ് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ACP വി സുരേഷ് അധ്യക്ഷനായി. പാവർട്ടി പോലീസ് SHO ആന്റണി ജോസഫ് നെറ്റോ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ MK അനിൽകുമാർ, പാവർട്ടി സബ് ഇൻസ്പെക്ടർമാരായ മഹേഷ് കുമാർ, TC അനുരാജ്, ASI MK പ്രസാദ് എന്നിവർ സംസാരിച്ചു. പോലീസ് ഉദ്യോഗസ്ഥർ, യുവജന സംഘടനാ ഭാരവാഹികൾ, ക്ലബ്ബുകളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ കുന്നംകുളം പോലീസ് ബൈക്ക് റാലിയും ലഹരിക്കെതിരെ പൊതുസമ്മേളനവും നടത്തി. അറിവാണ് ലഹരി എന്ന ശീർഷകത്തിൽ കേരള സർക്കാർ നടത്തിവരുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കുന്നംകുളം ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ബൈക്ക് റാലി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ SR സനീഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് നടന്ന ലഹരി വിരുദ്ധ പൊതുസമ്മേളനം നഗരസഭ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് തിരിതെളിച്ച് ഉദ്ഘാടനം ചെയ്തു. ഇൻസ്പെക്ടർ ഓഫ് പോലീസ് SR സനീഷ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സിവിൽ പോലീസ് ഓഫീസർ K അർഷദ് ലഹരിക്കെതിരെ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ഓപ്പറേഷൻ തൂഫാൻ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി കുന്നംകുളം പോലീസിന്റെ നേതൃത്വത്തിൽ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ നടത്തിയ ഫുട്ബോൾ, ക്വിസ്, പ്രബന്ധ മത്സരം തുടങ്ങിയവയിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണം നഗരസഭ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, നെക്സോസ് ഹൈപ്പർ മാർക്കറ്റ് മാനേജിംഗ് ഡയറക്ടർ KM ഹിറാസ് എന്നിവർ നിർവഹിച്ചു. ASI M ഗീത, വിവിധ സ്കൂളുകളിലെ അധ്യാപകരായ PM ശ്രീനേഷ്, CM ജോബി, VJ ജയലക്സി, ആനന്ദ് ഹിരൺ, ഡോക്ടർ അഫ്സ അബ്ദുൾ എന്നിവർ സംസാരിച്ചു. ലഹരി വിരുദ്ധ സന്ദേശവുമായി അപ്പനും മക്കളും ആറ്റത്ര സ്വദേശികളായ മെജോ ജോസ്, മക്കളായ N ജോൺ, ഏലിയാസ്, NVA എന്നിവരാണ് ഓപ്പറേഷൻ തൂഫാന് പിന്തുണയുമായി ആറ്റത്രയിൽ നിന്ന് ഇരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ വരെ 4 കിലോമീറ്റർ ദൂരം ഓടിയത്. മെജോ തിരിച്ച് ആറ്റത്രയിലേക്കും 4 കിലോമീറ്റർ ദൂരം ഓടി. ഇരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ SHO S അനീഷ് കുമാറും പോലീസ് ഉദ്യോഗസ്ഥരും ഇവരെ അഭിനന്ദിച്ചു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ ലഹരി ഒഴിവാക്കൂ, ജീവിതം ആസ്വദിക്കൂ എന്ന സന്ദേശവുമായിട്ടാണ് ഈ ഉദ്യമം നടത്തിയത്. N ജോൺ 6ാം ക്ലാസ് വിദ്യാർത്ഥിയും NVA 3ാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ്. മറ്റം സെന്റ് തോമസ് ഫൊറോനയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ തോമസ് ലീഹയുടെയും ഈശോയുടെ തിരുഹൃദയത്തിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. ദിവ്യബലിക്ക് ശേഷം ഫൊറോന വികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആളൂർ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. സഹവികാരി ഫാദർ ജിയോ വേലൂക്കാരൻ, ഡീക്കൻ മെബിൻ കീറ്റിക്കൽ എന്നിവർ തിരുകർമ്മങ്ങൾക്ക് സഹകാർമ്മികരായി. കൈക്കാരന്മാരായ CK ജോയ്, KS ഷാജ്, MJ ജോഷി, CT സ്പാർട്ടക്സ്, തോമസ് നാമധാരികൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ജൂലൈ 2, 3 തീയതികളിലായാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. 2-ാം തീയതി വൈകിട്ട് 5:30 ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന, വേസ്പര, രൂപം എഴുന്നള്ളിച്ചുവെക്കൽ തുടങ്ങിയ തിരുകർമ്മങ്ങളോടെ തിരുനാൾ ആഘോഷത്തിന് തുടക്കമാകും. വാഗ ഇടവക വികാരി ഫാദർ ജോബി പുത്തൂർ മുഖ്യ കാർമ്മികനാകും. തുടർന്ന് മാർത്തോമയെ അനുസ്മരിച്ചുകൊണ്ട് കോൽക്കളി, മാർഗംകളി, റംബാൻ പാട്ട് എന്നീ കലാരൂപങ്ങൾ അരങ്ങേറും. 3-ാം തീയതി ദുക്രാന തിരുനാൾ ദിവസം രാവിലെ 6-നും 7:30-നും വൈകുന്നേരം 5:30-നും ദിവ്യബലിയും 10 മണിക്ക് ഫാദർ ഡെബിൻ ഒലക്കെങ്കിൽ മുഖ്യ കാർമ്മികനായി ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും ഉണ്ടാകും. ഫാദർ ഹെഡ്ലി നീലങ്കാവിൽ തിരുനാൾ സന്ദേശം നൽകും. ഫാദർ അക്ഷയ് കുന്നേൽ സഹകാർമ്മികനാകും. തുടർന്ന് ഭക്തി നിർഭരമായ പ്രദക്ഷിണവും നേർച്ച പായസ വിതരണവും നടക്കും. രാത്രി 7-ന് മൂവാറ്റുപുഴ ഏഞ്ചൽ വോയ്സ് ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന ബാൻഡ് വാദ്യം, സ്റ്റേജ് ഷോ പള്ളിയങ്കണത്തിലുണ്ടായിരിക്കും. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടുമായി കൈകോർത്ത് കരിക്കാട് മഹല്ല ജുമാ മസ്ജിദ് നൂറുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റി
ആഭ്യന്തര വകുപ്പും സമസ്തയും എന്ന പ്രമേയത്തിൽ പള്ളി അങ്കണത്തിൽ ബോധവൽക്കരണവും ജാഗ്രതാ സദസ്സും സംഘടിപ്പിച്ചു. മഹല്ല കമ്മിറ്റി പ്രസിഡന്റ് NM റസാഖ് അധ്യക്ഷനായി. കുന്നംകുളം പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് SI മധു, മഹല്ല ഖത്തീബ് മുഹമ്മദ് അഷ്കർ വാഫി കയറാടി, മഹല്ല സെക്രട്ടറി അഷ്റഫ് മാനങ്കണ്ടം എന്നിവർ സംസാരിച്ചു. മഹല്ല കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ PA മാത്തു, VY അബൂബക്കർ, മഹല്ല സെക്രട്ടറി റാഫി താഴത്തേതിൽ, അബ്ദുൽ ലത്തീഫ് കാരക്കാട്, മഹല്ല കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. അഴിമതിയും വർഗീയതയും മുഖ്യധാരയായ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്കും ജനകീയ ആവശ്യങ്ങൾക്കും മുൻഗണന നൽകുന്ന ബദൽ രാഷ്ട്രീയമാണ് വെൽഫെയർ പാർട്ടി മുന്നോട്ട് വെക്കുന്നതെന്ന് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു. പൊന്നാനി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാലപ്പെട്ടിയിൽ നടത്തിയ പുതുതായി പാർട്ടിയിലേക്ക് കടന്നുവന്നവർക്കുള്ള സ്വീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇബ്രാഹിംകുട്ടി മംഗലം അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് സാമൂഹിക രംഗങ്ങളിൽ നിന്നുമായി വെൽഫെയർ പാർട്ടിയിലേക്ക് പുതുതായി കടന്നുവന്നവർക്കുള്ള മെമ്പർഷിപ്പ് വിതരണവും വേദിയിൽ നടന്നു. മണ്ഡലം സെക്രട്ടറി CV ഖലീൽ, വാർഡ് മെമ്പർ നൂർജഹാൻ, വിമൻസ് മൂവ്മെന്റ് സംസ്ഥാന സെക്രട്ടറി റുക്സാന, ഫ്രട്ടേണിറ്റി പ്രതിനിധി ഹുദ യൂനസ്, പ്രവാസി വെൽഫെയർ പ്രതിനിധി അബ്ദുറഹ്മാൻ ഫാറൂഖി, ക്യാമ്പയിൻ കൺവീനർ K ഇസ്മായിൽ തുടങ്ങി പോഷക സംഘടനാ ഭാരവാഹികൾ സംസാരിച്ചു. പെരുമ്പടപ്പ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കാസിം ഐരൂർ സമാപന പ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് പൊന്നാനി സ്വാഗതവും പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി കബീർ കാപ്പിരിക്കാട് നന്ദിയും പറഞ്ഞു. വാഗ മാലതി UP സ്കൂളിൽ ലോക ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക VV സ്മിത ലഹരിയുടെ ദൂഷ്യവശങ്ങൾ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ആധുനിക സമൂഹത്തെ കാർന്നു തിന്നുന്ന മഹാവിപത്തായ ലഹരിയെ ഇല്ലായ്മ ചെയ്യാൻ സർക്കാർ നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ എല്ലാ വിദ്യാർത്ഥികളും അണിചേരണമെന്ന് അവർ അഭിപ്രായപ്പെട്ടു. സ്കൂൾ ലീഡർ AV ശ്രിയ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കുട്ടികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബും ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു. വിദ്യാർത്ഥികൾ അണിനിരന്ന ലഹരി വിരുദ്ധ റാലിയും പ്രസംഗം, പാട്ട് തുടങ്ങിയ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. അധ്യാപകരായ അനിത, മെസ്ലിൻ എന്നിവർ ദിനാചരണത്തിന് നേതൃത്വം നൽകി. CPM ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംയോജിത പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. പാലിയൂർ കാവതിയാട്ട് ക്ഷേത്ര പരിസരത്ത് നടന്ന ചടങ്ങിൽ നടീൽ ഉദ്ഘാടനം പാർട്ടി ഏരിയ സെക്രട്ടറി TT ശിവദാസൻ നിർവഹിച്ചു. കർഷക സംഘം ഏരിയ സെക്രട്ടറി മാലിക്കുളം അബ്ബാസ് അധ്യക്ഷനായി. NK അക്ബർ MLA മുഖ്യാതിഥിയായി. CPM ലോക്കൽ സെക്രട്ടറി PS അശോകൻ, P യതീന്ദ്രദാസ്, MR രാധാകൃഷ്ണൻ, KV രവീന്ദ്രൻ, ഹസീന സലീം, കോനോത്ത് അക്ബർ, പനക്കൽ പീറ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ചൂണ്ടൽ തായങ്കാവ് ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. തായങ്കാവ് മണികണ്ഠൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. വായനശാലകൾ പ്രാദേശിക സർവകലാശാലകളാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിശ്വസാഹിത്യത്തിലെ ക്ലാസിക് കൃതികളും പ്രതിഭാധനരായ എഴുത്തുകാരെയും നാട്ടിൻപുറങ്ങളിലുള്ളവർക്ക് വരെ പരിചയപ്പെടുത്തുന്നതിൽ വായനശാലകൾ വഹിച്ച പങ്ക് ചെറുതല്ല. മലയാളികളുടെ ഉയർന്ന ബൗദ്ധിക നിലവാരത്തിനും വായനശാലകളുടെ പങ്ക് നിസ്തൂലമാണെന്നും രഘുനാഥ് കൂട്ടിച്ചേർത്തു. വായനശാല പ്രസിഡന്റ് ലക്ഷ്മി നാരായണൻ അധ്യക്ഷനായി. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് മുഖ്യാതിഥിയായി. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശൈലജ പുഷ്പാകരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KS ജിനി, ഗ്രാമപഞ്ചായത്ത് അംഗം KA രമേശ്, പബ്ലിക് സർവീസ് കമ്മീഷൻ മുൻ അംഗം AV വല്ലഭൻ, വായനശാല രക്ഷാധികാരി ഡോക്ടർ മനോമോഹൻ, സെക്രട്ടറി V മുരളീധരൻ, നിർവാഹക സമിതി അംഗം രാംദാസ് ചൂണ്ടൽ എന്നിവർ സംസാരിച്ചു. മേഖലയിൽ SSLC+2 പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് പുരസ്കാരം സമ്മാനിച്ചു. വായനശാല പരിധിയിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ കിറ്റും വിതരണം ചെയ്തു. വേലൂരിൽ നിന്ന് അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിച്ച പ്രവർത്തകർക്ക് BJP വേലൂർ പഞ്ചായത്ത് കമ്മിറ്റി സ്നേഹാദരവൊരുക്കി. BJP ജില്ലാ ജനറൽ സെക്രട്ടറി KS രാജേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുനീഷ് മമ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ആദരവ് ഏറ്റുവാങ്ങിയ വിജയൻ നെല്ലിക്കൽ, ഡോക്ടർ OS കൃഷ്ണൻ നമ്പൂതിരി, PN ശങ്കരൻ എന്നിവർ ജയിൽവാസം അനുഭവിച്ച കാലത്തെ തിക്താനുഭവങ്ങൾ വിവരിച്ചു. ജില്ലാ സെക്രട്ടറി ഷിനി സുനിലൻ, വാർഡ് മെമ്പർ രഞ്ജീവ് AG, കർഷക മോർച്ച സംസ്ഥാന സമിതി അംഗം ഉണ്ണികൃഷ്ണൻ അമ്മാത്ത്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അശോകൻ മമ്പറമ്പിൽ, ഷീബ ഗോപി, യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി യദുകൃഷ്ണൻ, സെക്രട്ടറി നിതീഷ് തോന്നലൂർ, OBC മോർച്ച ജില്ലാ സെക്രട്ടറി സജി നെല്ലിക്കൽ, ഇൻചാർജുമാരായ മുകുന്ദൻ വേലൂർ, സുജീഷ് അരുവാത്തോട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സുരേഷ് തിരുത്തിയിൽ സ്വാഗതവും കർഷക മോർച്ച ജില്ലാ കമ്മിറ്റി അംഗം ഉണ്ണികൃഷ്ണൻ അമ്പക്കാട്ട് നന്ദിയും പറഞ്ഞു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി ഇയ്യാൽ നിർമ്മലമാത കോൺവെന്റ് സ്കൂളിൽ ബോധവൽക്കരണ പരിപാടികൾ നടത്തി. തൃശൂർ സിറ്റി ഡിസ്ട്രിക്ട് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ MA ജിജി മുഖ്യാതിഥിയായി. ലഹരിയുടെ അപകടങ്ങളെക്കുറിച്ചും യുവതലമുറ ജാഗ്രത പാലിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ സന്ദേശം നൽകി.
അക്കാദമിക് കൗൺസിലർ നീന, PTA പ്രസിഡന്റ് KA ബെൻസ് എന്നിവർ സംസാരിച്ചു. പരിപാടിയുടെ കോർഡിനേറ്റർ ജീജ ഷോബി വിവിധ മത്സരങ്ങളും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ചു. ലഹരി വിരുദ്ധ റാലി, മൈമ്, ഫ്ലാഷ് മോബ്, മുദ്രാവാക്യ രചന മത്സരം, പ്ലക്കാർഡ് നിർമ്മാണം, പ്രസംഗ മത്സരം, പ്രതിജ്ഞ എന്നിവയുമുണ്ടായി. പ്രിൻസിപ്പൽ സിസ്റ്റർ ജിയ തേരസ്, സിസ്റ്റർ ലിനറ്റ് എന്നിവർ നേതൃത്വം നൽകി. തൊഴിയൂർ റഹ്മത്ത് ഇംഗ്ലീഷ് സ്കൂളിൽ വിവിധ പരിപാടികളോടെ വായനാ വാരാചരണം നടത്തി. സ്കൂളിൽ സംഘടിപ്പിച്ച അക്ഷരമുറ്റം പരിപാടി മുൻ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സുലോചന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൽ സത്താർ ഹുദവി അധ്യക്ഷനായി. വിദ്യാർത്ഥികൾ കവിതാലാപനം, പുസ്തക പരിചയം, വായനാനുഭവങ്ങൾ പങ്കുവയ്ക്കൽ, കഥാവതരണം, പ്രസംഗങ്ങൾ തുടങ്ങിയ പരിപാടികൾ നടത്തി. സ്കൂളിലെ വിവിധ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ ചേർന്ന ആകർഷകമായ ലൈബ്രറി കോർണറുകൾ ഒരുക്കുകയും വ്യത്യസ്ത വിഭാഗങ്ങളിലുള്ള പുസ്തകങ്ങൾ പ്രദർശിപ്പിക്കുകയും ചെയ്തു. വൈസ് പ്രിൻസിപ്പൽ MK മുഹമ്മദ് ഫാസിൽ സ്വാഗതവും ഗൈഡ് ക്യാപ്റ്റൻ റഹീന ടീച്ചർ നന്ദിയും പറഞ്ഞു. CPM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ VT കുമാരൻ അനുസ്മരണം സംഘടിപ്പിച്ചു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാവും എളവള്ളി പഞ്ചായത്തിൽ CPIM കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്ത VT കുമാരന്റെ 10ാം ചരമവാർഷിക ദിനാചരണം ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് സംഘടിപ്പിച്ചത്. ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ ബ്രാഞ്ചുകളിൽ പതാക ഉയർത്തി അനുസ്മരണം നടത്തി. കാക്കശ്ശേരിയിൽ നടന്ന ലോക്കൽ തല ദിനാചരണം മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി BR സന്തോഷ് അധ്യക്ഷനായി. PG സുബിദാസ്, CF രാജൻ, NS പുഷ്പാകരൻ, ശങ്കരൻ കാക്കശ്ശേരി, TV ലോഹിതാക്ഷൻ, ലതി വേണുഗോപാൽ, KG സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. കുന്നംകുളം യുണൈറ്റഡ് പെന്തോക്കോസ് ഫെലോഷിപ്പ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഉപന്യാസ രചനാ മത്സരം സംഘടിപ്പിക്കുന്നു. മാറുന്ന ലോകത്തിൽ ക്രിസ്തീയ സാക്ഷ്യം എന്ന വിഷയത്തിൽ ജൂലൈ 5 ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 കുന്നംകുളം ഇൻക്രൈസ്റ്റ് ഗ്ലോബൽ വർക്ക്ഷോപ്പ് സെന്ററിലാണ് മത്സരം. വിജയികളാകുന്നവർക്ക് യഥാക്രമം 3000, 2000, 1000 രൂപ വീതം ക്യാഷ് പ്രൈസുകൾ നൽകും. 4 മുതൽ 10ാം സ്ഥാനം വരെയുള്ളവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും വിതരണം ചെയ്യും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ രജിസ്ട്രേഷനായി 79 94 79 54 72 മറ്റൊരു നമ്പർ 70 25 40 80 02 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ചർമ്മം കാണിപ്പയ്യൂർ പരേതനായ ചെറുവത്തൂർ കൊട്ടിലിൽ കുര്യാക്കോസ് ഭാര്യ ബേബി മാത്യു നിര്യാതയായി. 100 വയസ്സായിരുന്നു. റിട്ടയർഡ് KSAB ഉദ്യോഗസ്ഥയാണ്. സംസ്കാരം തൊഴിയൂർ മലബാർ സ്വതന്ത്ര സുറിയാനി സഭ സെന്റ് ജോർജ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടന്നു. പരേതനായ CK പ്രദീപ് മകനാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. അക്കിക്കാവിൽ കണ്ടെയ്നർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച അപകടം. സ്കൂട്ടർ യാത്രികൻ മരിച്ചു. വെള്ളറക്കാട് സ്വദേശി തറമേൽ ഞാലിൽ വാസുവിന്റെ മകൻ 24 വയസ്സുള്ള സുധീഷാണ് മരിച്ചത്. ഗുരുവായൂർ പേരകം വാഴപ്പുള്ളി മരക്കാത്ത ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്ന് 6 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളും വെള്ളിയും കവർന്നു. 1 പവന്റെ ലോക്കറ്റും താലിയും പൊട്ടുമടങ്ങുന്ന സ്വർണ്ണാഭരണങ്ങൾ, വെള്ളിയുടെ 2 പ്രഭാമണ്ഡലങ്ങൾ, 1 വെള്ളി വാൾ എന്നിവയാണ് മോഷണം പോയത്. നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതം. ഓപ്പറേഷൻ തൂഫാൻ നാടാകെ ബോധവൽക്കരണങ്ങൾ സജീവം. പോലീസിന്റെ നേതൃത്വത്തിൽ കൂട്ടയോട്ടവും ഷൂട്ടൌട്ടും ബൈക്ക് റാലി ഉൾപ്പെടെയുള്ള ശ്രദ്ധേയമായ പരിപാടികൾ. ക്യാമ്പയിനുമായി കൈകോർത്ത് കരിക്കാട് മഹല്ല് ജുമാ മസ്ജിദ് അന്നൂറുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും വൈവിധ്യവും വിപുലമായ പരിപാടികൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.